ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജ്യോതി എന്നാണ്. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാൻ യൂട്യൂബിൽ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇടാറുണ്ട്. എന്നും പറഞ്ഞാൽ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ കാണാറുണ്ട്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിടാറുണ്ട്. എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. ഞങ്ങളിപ്പോൾ ജബൽപൂരാണ് ഉള്ളത്. അവിടെ വന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നൊരു വീഡിയോ. ആദ്യത്തെ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് 12 മണിയായി. ഹസ്ബൻഡ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണമായിരുന്നു പോകാൻ. പള്ളി അടച്ചാലും എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ചെന്നപ്പോഴത്തേക്കിന് പള്ളിയൊക്കെ അടച്ചു പൂട്ടി. അവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. പിന്നെ സൈഡിലൊരു ഗ്രോട്ട ഉണ്ടായിരുന്നേ, അവിടെ കയറി പ്രാർത്ഥിച്ച്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഗ്രോട്ട ആയിരുന്നേ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. വെയിൽ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഗ്രോട്ടയ്ക്കുള്ളിൽ തണലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി മാതാവിനോട് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഇനി വരെ ഒരു ആപത്തും കൂടാതെ എത്തിച്ചതിന് നന്ദി പറഞ്ഞു. കാരണം ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പാണ്. നാട്ടിൽ നിന്ന് ഇവിടെ ജബൽപൂർ വരെയും കാറിലാണ് വന്നത്. അപ്പോൾ ഒരു പോറലും കൂടാതെ ഞങ്ങളിവിടെ എത്തിച്ചില്ല. അങ്ങനെ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ നിന്ന്. ജപമാല മാസമല്ലേ, അങ്ങനെ ഒത്തിരി നേരം മാതാവിൻ്റെ അടുത്ത് നിന്ന്. ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നവരാരും അടുത്തില്ല. ഹസ്ബൻഡ് മോനും മോളും ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു അവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. ഞാൻ വട്ടം നോക്കിയപ്പോൾ അവിടെ സൗണ്ട് കേട്ട് അതിൻ്റെ സൈഡിലോട്ട് ഒരു കൃഷി തോട്ടം പോലൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഗ്രോട്ടോയുടെ സൈഡിലായിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവരവിടെ നിന്ന് എന്തൊക്കെയോ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും അങ്ങോട്ട് തന്നെ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരിവിടെ മുയലിനെയും കോഴിയൊക്കെ വളർത്തുന്നുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റിക്കറങ്ങി അതൊക്കെ ഒന്ന് നോക്കി കണ്ടു. പിന്നെ വെണ്ടയ്ക്ക, പച്ചമുളക്, തക്കാളി അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ കുറേ അവിടെ നടാനൊക്കെ ആയിട്ട് പാകി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മാവും പിന്നെ സപ്പോട്ട, ചെറുനാരങ്ങ, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു. മതിലിൻ്റെയൊക്കെ സൈഡിലായിട്ട് കുറേ പല സൈസിലെ 10 മണി ഉണ്ടായിരുന്നേ. അവിടെ അല്ലാതെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ പാരിഷ് ഹാളിൽ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പുറത്തൊന്നും ആരെയും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ സൈഡിലായിട്ടൊരു കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ മീനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഭയങ്കര വെയിലായതുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വേറൊരു പള്ളിയും കൂടെ ഉണ്ട്, അവിടെയും കൂടെ പോയിട്ട് നമുക്കൊക്കെ പോകാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മോനാണെങ്കിൽ വരുന്നില്ല. അവനോടെല്ലാം കിടന്ന് വട്ടം കറങ്ങി നോക്കുമായിരുന്നു. അവനാ കുളത്തിൽ പോകണം, കുളം കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ടാണ്ട്, ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ അവിടുന്ന് നേരെ അടുത്ത പള്ളിയിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടെ അടച്ചിട്ടിരിക്കുക. ഞങ്ങളെപ്പോലെ ഇതുപോലെ താമസിച്ച് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പുറത്തിരുന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു. ടൈൽസൊക്കെ നമുക്ക് കാല് പോലും വെക്കാൻ പറ്റത്തില്ല, അതുപോലെ ചൂടായിരുന്നു. ചൂടായാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ അവിടുന്ന് ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം എന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കിനും വിശന്നായിരുന്നു. മോളാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു ചൂടെടുത്ത്. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് പച്ചക്കറിയൊക്കെ മേടിക്കാൻ. അല്ലാതെ പകൽ സമയം ഉച്ച സമയത്ത് ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. ചൂട് സഹിക്കാനും പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുന്നിടത്തങ്ങ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. എല്ലായിടവും ഒന്നാമത്തെ ഞായറാഴ്ചയും കൂടെ അല്ലേ, എല്ലായിടവും വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഫുള്ളെല്ലാ സൈഡിലും. പിന്നെ റോഡ് സൈഡിൽ ഫുൾ കച്ചവടങ്ങളാണ്. ഡ്രസ്സ്, പിന്നെ കണ്ണട, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം ഒരു സ്ഥലം കണ്ടുപിടിച്ച്, വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. ബിരിയാണി അങ്ങനെയുള്ളതൊന്നും വേണ്ടെന്ന് വിചാരിച്ച്. അല്ലാതെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബർഗർ ഒക്കെ കഴിച്ചു. നല്ല ബർഗറായിരുന്നേ, അടിപൊളി ബർഗറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബർഗറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ നേരെ ഡിമാർട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. വന്നിട്ട് ഒരുപാട് നാളായില്ല. വേസ്റ്റ് ബോക്സ് ഒന്നും ഇല്ലായിരുന്നു. വേസ്റ്റ് ബോക്സ് ഇല്ലായിരുന്നു. അതിനകത്ത് വെക്കുന്ന കവറില്ലേ, പ്ലാസ്റ്റിക് കവർ, അതില്ലായിരുന്നു. പിന്നെ 2-3 പ്ലേറ്റ് മേടിക്കണമായിരുന്നു. ചെറിയ കിണ്ണി, കറിയൊക്കെ വിളമ്പുന്ന കിണ്ണി മേടിക്കണമായിരുന്നു. പിന്നെ മോനൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. അങ്ങനെയുള്ള പിന്നെ ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് മേടിക്കണമായിരുന്നു. അങ്ങനെയുള്ള അത്യാവശ്യം മോക്ക് ഡയപ്പർ അതൊക്കെ മേടിക്കണമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 2ാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ ഡിമാർട്ടിൽ പോകുന്നത്. ഡിമാർട്ടിൽ ഒരു പ്രാവശ്യമില്ല, അന്ന് തന്നെ രാത്രി സാധനം മേടിക്കാനായിട്ട് പോയായിരുന്നു.
പിന്നെ ഇവിടെ ഒരുപാട് വിലക്കുറവുണ്ട്. ഡ്രസ്സിനൊക്കെ എനിക്കൊന്ന് വില കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് ചെറിയ രീതിക്ക് വിലക്കുറവാണ്. അല്ലാതുള്ള ഗ്രോസറി ഇങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവ്. ഈ പാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനാണ് ഇതിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ലായിരുന്നു, ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ചെരുപ്പൊക്കെ നല്ല വിലക്കുറവാണ്. ചെരുപ്പൊക്കെ 300-നുള്ളിലൊക്കെ നല്ല ചെരുപ്പുണ്ട്. 250-ൻ്റെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈ ഷൂ ടൈപ്പ് ഉള്ള ചെരുപ്പുകൾ ഒരുപാടുണ്ട്. മോനും പിന്നെ ചെരുപ്പൊക്കെ നോക്കി. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ജൂലൈയിലേ ഇവിടെ സ്കൂൾ തുറക്കത്തുള്ളൂ, ചൂടായതുകൊണ്ട്. പിന്നെ ഗ്രോസറി ഐറ്റമൊക്കെ നോക്കി. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പ് നോക്കാൻ പോയി. ഇതൊക്കെ നോക്കുന്നില്ല. മോളെ പിന്നെ ഇങ്ങനെ ട്രോളിയിലിരുത്തി. ആദ്യമായിട്ട് അവളെ ട്രോളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അവൾ പേടിച്ചൊന്നുമില്ല, അവൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും, ആന കരിമ്പന്തോട്ടത്തിൽ കയറിയതുപോലെ. ഇങ്ങനെ ഷാമ്പൂവിൻ്റെ അടുത്ത് പോവും, സോപ്പിൻ്റെ അടുത്ത് പോവും, തിരിച്ചു വരും. പക്ഷെ എല്ലാം കയ്യിലുള്ളതുകൊണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒന്നും മേടിച്ചില്ല. സ്നാക്സ് ഐറ്റവും അതുപോലെ ഒന്നും മേടിച്ചതൊന്നുമില്ലായിരുന്നു. കയ്യിലുള്ള ഹെയർ ബാൻഡ് സെക്ഷനിൽ അവിടെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു മോനും ഞാനും. മോളാണെങ്കിൽ ഇതെന്തുവാന്ന് പറഞ്ഞ് അവൾ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ പിന്നെയും പോയി ചെരുപ്പ് അങ്ങനെ ഇട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കാം. എന്തായാലും ചെരുപ്പ് അടുത്ത മാസമേ മേടിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അച്ചാച്ചൻ മേടിക്കുകയും. എന്നോട് കുറേ പ്രാവശ്യം വന്ന് ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ മേടിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം വേണ്ട, ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണെന്ന് പറഞ്ഞു. ഞാൻ അച്ചാച്ചനെ വിളിക്കുന്ന ഹസ്ബൻഡിനെയാണ്. അപ്പം എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചില്ലായിരുന്നു. അത് അത്യാവശ്യം കയ്യിലുള്ളതുകൊണ്ട് മോൻ വന്ന് പറഞ്ഞപ്പോൾ നമുക്കത് മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അത് മേടിക്കേണ്ട, അത് തീരട്ടെന്ന് പറഞ്ഞു. പിന്നെ ബില്ലിങ്ങിന് നിൽക്കുമായിരുന്നു. ബില്ലിങ്ങിന് നിന്ന് പിന്നെ വണ്ടിയുടെ അടുത്തോട്ട് പോയി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ വീണ്ടും ക്വാർട്ടേഴ്സിലോട്ട് പോകുമായിരുന്നു. ക്വാർട്ടേഴ്സിലോട്ട് പോകുന്ന വഴിക്ക് കരിമീൻ ജ്യൂസ് നോക്കുക. റോഡിലെങ്ങും കരിമീൻ ജ്യൂസേ ഇല്ലായിരുന്നു. എല്ലായിടവും വൈകുന്നേരത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കരിമീൻ ജ്യൂസൊന്നും കാണുന്നില്ല. കടകളിലൊക്കെ ഒരുവിധം എല്ലാം അടച്ചിട്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ മോൻ അവിടെ സൈഡിൽ എവിടെയോ കരിമീൻ ജ്യൂസ് കണ്ട്. അപ്പം നമ്മളപ്പോഴത്തേനും കുറച്ചുകൂടെ മുന്നോട്ട് പോരുന്നു. അപ്പം അവൻ പറഞ്ഞ് അയ്യോ നിർത്തിയില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. മോള് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവളാണെങ്കിൽ പാലൊക്കെ കുടിച്ച് അനങ്ങാതങ്ങ് ഇരുന്നു. അവൾ ഫോർമുല മിൽക്കാണ് കുടിക്കുന്നത്. അവൻ പിന്നെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് വൈകുന്നേരം പോയി മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ക്വാർട്ടേഴ്സ് എത്താറായി കേട്ടോ. സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഗേറ്റ് തുറന്നു. ഇനി അങ്ങോട്ട് ക്വാർട്ടേഴ്സിനുള്ളിലോട്ട് കയറുവാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് ക്വാർട്ടേഴ്സുകളാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വോയിസൊക്കെ കൊടുക്കുമ്പോൾ എനിക്കെന്തോ ടെൻഷൻ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇതാദ്യമായിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് പറയാമെന്നറിയില്ല. എനിക്കറിയാവുന്ന പോലെല്ലാം പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് എടുക്കുന്ന എനിക്ക് നല്ലപോലെ അറിയില്ല. ഇപ്പോഴാണ് എനിക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഷോർട്സിനും യൂട്യൂബിനും രണ്ടായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എനിക്കതൊന്നും അറിയില്ല. ഞാനങ്ങ് വീഡിയോ ഇടുക അങ്ങനെയായിരുന്നു. അപ്പം ഈ ഗ്രീൻ നെറ്റ് കണ്ടില്ല, അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. ലാസ്റ്റിലാണ് ക്വാർട്ടേഴ്സ്. ആ ബുള്ളറ്റ് ഇരിക്കുന്നിടത്താണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്താകുമോ എന്നൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന പോലെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയും, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ക്വാർട്ടേഴ്സിലെത്തി. വീഡിയോസ് എടുക്കാനൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും അറിയില്ല. ഞാൻ ചെറിയ കുറച്ച് ഷോർട്സ് മാത്രം എടുത്തിടാറുണ്ട്. അതുപോലെ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളെല്ലാം ക്ഷമിക്കണം. ഒരാളെ കാണുന്നുള്ളെങ്കിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാവൂ പ്ലീസ്. അതൊരു അപേക്ഷയാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. ഷോർട്സ് കുറച്ച് ആൾക്കാരൊക്കെ കാണാറുണ്ട്, എങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. എല്ലാവരും ഇങ്ങനെ കാണാറേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെന്താ, ഞാൻ
നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. നല്ല നല്ല വീഡിയോസ്, തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി എനിക്കറിയാവുന്ന പോലൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാനിടാൻ നോക്കാം. എനിക്ക് കുക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം, പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനതൊക്കെ ഇടാൻ നോക്കാം. നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരോടും ഒരപേക്ഷയും കൂടെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പ്ലീസ്.